കൊച്ചിയിൽ ഇടതുമുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിന്റെ ഐക്കണാണ് ബ്രഹ്മപുരം. ആ ബ്രഹ്മപുരത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകൾ, പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകൾ മേയർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മേയർ എം അനിൽകുമാർ ബ്രഹ്മപുരത്തിന്റെ വിവിധ ഇടങ്ങളിൽ സന്ദർശിച്ചു. ഇപ്പോൾ 24 ചേരുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകൾ ഇങ്ങനെ ഒരു സന്ദർശനം, അതൊരു നിതിൻ അംബുജൻ എന്ന് നിതിനെ കൂടാതെ പറയുന്ന ഒരേ ഒരാൾ കേരളത്തിൽ ഞാനാണ്. ബാക്കി എല്ലാവരും നിതിനെ പറയുള്ളൂ. അപ്പോൾ ഇതൊരു പുതിയ കാഴ്ചയാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു സർക്കുലർ റോഡാണ്. നമ്മൾ പറഞ്ഞു ഒരു ഹാഫ് കണ്ടില്ലേ നിങ്ങൾ, ഇവിടെ വരെയുള്ളത് ക്ലീൻ, ഇപ്പുറത്തേക്കാണല്ലോ ഇനി ശരിയാക്കാനുള്ളത്. അപ്പോൾ അത് നമ്മൾ ഒരു സർക്കുലർ റോഡ് പണിയാണ്. നിങ്ങൾ കണ്ടാൽ കാണാം, നിങ്ങൾക്ക് ലൈറ്റ് ഇടുന്നുണ്ട്, ഈ പോസ്റ്റുമൊക്കെ ലൈറ്റ് ഇടുന്നുണ്ട്, ക്യാമറാസ് ഉണ്ട്. അതുകൊണ്ട് സുതാര്യമായിരിക്കണം ബ്രഹ്മപുരം, ആർക്കും കാണാൻ പറ്റുന്ന നിലയിലാക്കുകയാണ്. തീപിടുത്തം കണ്ടല്ലോ, ഇനി കത്തി പോകാനൊന്നുമില്ല. കാരണം അത്ര ക്ലീനായി നമ്മളെല്ലാം ബയോമൈനിങ് നടത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്ത ഒരു സ്ഥലത്താണ് ബ്രഹ്മപുരത്താണ് ഇപ്പോൾ ഉള്ളത്. അത് മാത്രമല്ല, അവിടെ കാണുന്ന ഒരു പടുകൂറ്റൻ 2 പ്ലാന്റുകൾ, അത് തീർന്നല്ലോ. അതിപ്പോൾ ഇന്ന് മിനിങ്ങാന്ന് ഞാൻ നിങ്ങളുടെ ഫുട്ടേജ് നിങ്ങൾ എടുത്തു. അവിടെ എല്ലാം മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് നമ്മൾ ഇട്ടതിൻ്റെ ദൃശ്യം നിങ്ങൾ കണ്ടു. അവിടെ നിന്ന് പൈപ്പ് ലൈൻ വഴി തൊട്ടപ്പുറത്ത് കണ്ടതാണ് റിഫൈനറി. ഇത് FSCT ആണ് ഇപ്പുറത്തെ കോമ്പൗണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇവിടെ ക്ലീനായി. ഇവിടുത്തെ ഫ്ലാറ്റുകാർക്കാണ് ഏറ്റവും ആശ്വാസം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ 150 ടൺസിൻ്റെ ആണ് നമ്മുടെ CBG പ്ലാന്റ്. 2 BSF പ്ലാന്റ് നിങ്ങളെ കാണിച്ചു. ഓൾറെഡി 2 വർഷമായിട്ട് ഓടുകയാണ്. നിങ്ങൾ അതിനകത്ത് കണ്ടോന്ന് എനിക്കറിയില്ല. വളരെ ക്ലീനാണ്. അപ്പോൾ 250 ടൺ മാലിന്യം സംസ്കരിക്കാൻ ഇപ്പം തന്നെ നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. ഒരു 50 ടണ്ണിൻ്റെ വിൻഡ്രോ നമ്മൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എത്രയും 300 ടൺസായി. നമുക്ക് ആകെ 150 ടൺസ് ഉള്ളൂ. അപ്പോൾ കൊച്ചിയുടെ മാലിന്യ ഫുഡ് വേസ്റ്റിൻ്റെ പ്രശ്നം തീരുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് നിങ്ങളുടെ ഫുട്ടേജിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്ന കുഞ്ഞ് വേസ്റ്റ് കിടക്കണില്ലേ, മലയല്ലത്. നിങ്ങൾ പഴയ മല ഒന്ന് എടുത്തു നോക്കി. ഇതൊരു ഒരു 5 ദിവസം RDF മാത്രമാണ്. അത് ട്രാൻസ്പോർട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് ഇനി പേയ്മെൻറ്റൊന്നും നമ്മൾ ഇനി അതിൻ്റെ പേരിലില്ല. അപ്പോൾ RDF മാത്രമാണ് ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഷെഡും മെഷീനറിയൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഷെഡ് നമ്മുടെയാണ്. സത്യത്തിൽ അവരുടെ കയ്യിൽ നിന്ന് ആ മെഷീനറി കൂടി വാങ്ങിയാൽ നമുക്ക് അവിടെ നല്ലൊരു RDF പ്ലാന്റ്, പ്ലാസ്റ്റിക് പ്രോബ്ലം തീരും. ഉദ്ഘാടനം നിർവഹിക്കാൻ പോകണല്ലേ CBG പ്ലാന്റ് ഉദ്ഘാടനം അടുത്ത മാസമാണ്. അത് അവരാ തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇടതുമുന്നണി മേയറിനായിരിക്കും ഉണ്ടാവുക. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ LDFന് വോട്ട് ചെയ്യാൻ പോകുന്നത് LDFകാരെ മാത്രമല്ല. ഇത്തവണ LDFന് ഈ നഗരത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്നത് UDFൻ്റെ വോട്ടേഴ്സും BJPയുടെ വോട്ടേഴ്സുമാണ്. കാരണം അവർ കണ്ടു, അവരെ പറഞ്ഞ് പറ്റിക്കുകയല്ല. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും എന്നോട് പലപ്പോഴും വഴക്കായിരുന്നു, മേയർ ബ്രഹ്മപുരത്ത് കയറ്റി കാണിക്കുന്നില്ല. ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇതൊരു പൊളിറ്റിക്കൽ ബാറ്റിൽ ഫീൽഡാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഞാനിനി മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ മേയർ എന്ന് സംബോധന ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നിങ്ങളെല്ലാവരും ഞാൻ കാണിച്ചിട്ടുണ്ട്. മാധ്യമങ്ങളായിട്ടൊരു പരാതിയും പരിഭവവും ഇല്ലാത്ത ഈ സ്ഥലം മന്ത്രി MP രേഷ്മയൊക്കെ വന്ന് ക്രിക്കറ്റൊക്കെ കളിച്ച സ്ഥലമാണ്. കളിച്ചത് പാവലായി മുഴുവൻ. നമ്മൾ അറ്റത്ത് കാണുന്ന പുല്ല് പോലത്തെ അതാണ് രാമച്ചം, ഈ ഭൂമിയെ ശുദ്ധീകരിക്കാൻ. ഇതെന്ത് പറ്റുമെന്ന് വെച്ചാൽ ഏതാണ്ട് എത്രയോ മീറ്റർ താഴത്തേക്ക്, 5 മീറ്ററോ മറ്റോ താഴത്തേക്കും പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവരെടുത്ത് ബയോമൈൻ ചെയ്തപ്പോൾ ഇതൊരു കുഴിയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഏറ്റ സമയത്ത്, ഇപ്പോൾ അടുത്ത ഫെബ്രുവരിയിൽ ഒന്നും ഉണ്ടാവില്ല, പാവൽ കയറി കിടക്കുകയാണ്. അപ്പോൾ ഇതൊരു സൈഡും കൂടി കെട്ടിക്കഴിഞ്ഞാൽ ഗംഭീരമാകും, ഒരു സർക്കുലർ റോഡാകും. കോൺഗ്രസും വലിയ ആരോപണം ബ്രഹ്മപുരത്തിന്റെ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നു. കാരണം കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയില്ല, മാത്രമല്ല ചില കരാറുകൾ അടക്കം അഴിമതി ഉണ്ടെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. കോൺഗ്രസിനെ പറ്റി പറയാനേ ഇല്ല, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അവർക്കിങ്ങനെ ഈ ആക്ഷേപ മുന്നണി എന്ന് പറഞ്ഞൊരു പേരിട്ടിട്ട് അവർ ആളുകളുടെ ഇടയിലേക്ക് പോയിക്കോട്ടെ. പക്ഷെ ആളുകൾ കാണുന്ന ദൃശ്യങ്ങൾ അവർക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ല. ബ്രഹ്മപുരത്തെ വലിയ കോൺഫിഡൻസിൽ തന്നെയാണല്ലോ. എല്ലാം കോൺഫിഡൻസ് ആണല്ലോ. ഞങ്ങളുടെ സമൃദ്ധിയാണെങ്കിലും ഷീലോഡ്ജ് ആണെങ്കിലും ബ്രഹ്മപുരമാണെങ്കിലും ഈ പറഞ്ഞ എല്ലാ മാറ്റങ്ങളും ഞങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനെ വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാ മാധ്യമങ്ങളും ഞങ്ങൾക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി. എന്തായാലും ബ്രഹ്മപുരം ഒരു പ്രധാനപ്പെട്ട വിഷയമാകുന്ന തെരഞ്ഞെടുപ്പിൽ ബ്രഹ്മപുരത്തിനെ സന്ദർശിച്ച് അവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് ഇപ്പോൾ മേയർ എല്ലാം വിശദീകരിച്ചു. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു പടുകൂറ്റൻ ബയോഗ്യാസ് പ്ലാന്റ് ഒരുങ്ങുന്നുണ്ട്. വൈകാതെ തന്നെ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ കോൺഫിഡൻസിലാണ് ബ്രഹ്മപുരം വിഷയം ചർച്ചയാകുമ്പോൾ തന്നെ ഇടതുമുന്നണിയുള്ളത്. അത് വോട്ടായി കിട്ടുമെന്നൊരു പ്രതീക്ഷയും ഇടതുമുന്നണി പ്രകടിപ്പിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് സ്വാതി കൃഷ്ണയ്ക്കൊപ്പം നിതിൻ അംബുജൻ, 24.